Hello learners, I Plus Training Solutions in UGC Net Management December 2025 Question Discussion Series in Part 1 ലേക്ക് ഏവർക്കും സ്വാഗതം. Here is your first question. Which of the following is not an example of systematic risk? Systematic risk ഒരു എക്സാമ്പിൾ അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്ട്രൈക്ക് ബൈ ഫാക്ടറി വർക്കേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക് ആൻഡ് എക്കണോമിക് റിസഷൻ. അപ്പോൾ നമ്മളൊരു ഫേം ഫേസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഉള്ളത്, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്? സിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതെന്നാണ്? സ്ട്രൈക്ക് ബൈ ഫാക്ടറി വർക്കേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക് ആൻഡ് എക്കണോമിക് റിസഷൻ. അപ്പോൾ എല്ലാ എക്കോണമിയുടെ എല്ലാ സെക്ടേഴ്സിനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കുകൾ ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഒബ്വിയസ്ലി എക്കണോമിക്സിനെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പർച്ചേസിംഗ് പവർ റിസ്ക് അഗെയിൻ, എക്കണോമിക് റിസഷൻ. ഇത് മൂന്ന് കാര്യങ്ങൾ ഒരു ഹോൾ എക്കോണമീനെ അല്ലെങ്കിൽ ഒരു ഹോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. അതിൽ ഒരു സ്ട്രൈക്ക് ബൈ ഫാക്ടറി വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഫേമിൻ്റെ ഫാക്ടറിയിലാണോ ആ ഒരു സ്ട്രൈക്ക് വരുന്നത് ആ ഒരു ഫേമിനെ മാത്രം, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രീനെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിൾ അല്ലാത്തത്. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും മാറിപ്പോവരുത്. നമുക്ക് മേ ബി നമ്മൾ എടുക്കുന്ന രീതി തിരിച്ചാകാം, റിവേഴ്സിൽ എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, ഒരു ഫേം അവരുടെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്ന റിസ്ക്, അല്ലെങ്കിൽ അതുമൂലം അവർ ഫേസ് ചെയ്യുന്ന റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല, നമ്മുടെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാരണം നമ്മൾ നെറ്റിന് ഫെയിൽ ആയിപ്പോയി, അതൊരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ് അല്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആണ്. നമ്മുടെ അൺസിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാനിങ്ങോ കോർഡിനേഷനോ ഓർഗനൈസിങ്ങോ ഒക്കെ കാരണം ഉണ്ടാകുന്ന റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇനി സിസ്റ്റമാറ്റിക് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സിസ്റ്റമാറ്റിക് ആണ്, നമുക്കിനി അതിലൊന്നും ചെയ്യാനില്ല. പക്ഷേ എക്സ്റ്റേണൽ കണ്ടീഷൻസും കാരണം നമുക്കുണ്ടാകുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ മനസ്സിലൊന്ന് പതിപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, systematic risk എന്താണ്? It is a type of market risk, influences broader economy and financial markets. Non-diversifiable risk, portfolio diversification cannot mitigate systematic risk. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമി, ഒരു നേഷൻ്റെ ഹോൾ എക്കോണമി അല്ലെങ്കിൽ ഒരു ഹോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആസച്ച് ഫേസ് ചെയ്യുന്ന അവർ നേരിടുന്ന ഒരു റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർട്ടിക്കുലർ ഫേമിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനോ മാത്രം വരുന്നതല്ല, ഹോൾ മാർക്കറ്റിന് ഒരേപോലെ ഫേസ് ചെയ്യുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഇനി അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ്? ഇറ്റ് ഈസ് എ കമ്പനി സ്പെസിഫിക് ഓർ ഇൻഡസ്ട്രി സ്പെസിഫിക് റിസ്ക്. ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി മാത്രം ഫേസ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മാത്രം ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം ഫേസ് ചെയ്യുന്ന റിസ്ക് ആണെങ്കിലാണ് അതിനെയാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഇന്ത്യ എന്നൊരു നേഷൻ എടുക്കുന്നു, അപ്പോൾ ഹോൾ ആ ഒരു ഇന്ത്യയിലെ ഹോൾ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഓക്കെ, അപ്പോൾ ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഫേംസും ഇൻഡസ്ട്രീസൊക്കെ ആ ഒരു റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് ആ ഒരു റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം നോർമലി നമുക്കൊരു ഇൻകം കിട്ടുന്നു, അപ്പം നമ്മുടെ എക്സ്പെൻഡിച്ചറൊക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്ന എക്സ്ട്രാ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു പെർട്ടിക്കുലർ കാര്യത്തിലേക്ക് മാത്രമായിരിക്കില്ല അല്ലേ, നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു 1000 rupees ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ 1000 rupees ഒരിടത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ആ 1000-നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല സ്ഥലത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് റിസ്ക് ഫേസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമുക്ക് ലോസ് വരുവാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ട് നമുക്കിതിനെ കവർ ചെയ്യാം. അതർവൈസ് നമ്മൾ ഈ ഹോൾ എമൗണ്ടും ഒരിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിസ്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ലോസ് വരുന്ന സമയത്ത് നമ്മുടെ മൊത്തം എമൗണ്ട് നഷ്ടമായി പോകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളത്. ഇത് ഫേംസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് തന്നെയാണ് നടക്കുന്നത്. അവർക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റിൻ്റെ ഹോൾ പോർഷൻ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഏർണിങ്സിൻ്റെ ഹോൾ പോർഷൻ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പല പല സ്ഥലത്തായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും. ഇത് തന്നെയാണ് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേംസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്.
എന്നാൽ സിസ്റ്റമാറ്റിക് റിസ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ? എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടേഴ്സ് എല്ലാം ഇതേ സെയിം റിസ്ക് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്സിന്റെ ബാഡ് കണ്ടീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റിസ്കി അല്ലാത്ത സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതൊരു നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആണ്. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ കനോട്ട് മിറ്റിഗേറ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മൾ പോർട്ട്ഫോളിയോസിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ സിസ്റ്റമാറ്റിക് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇതാണ് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. So, systematic risk refers to risk that affects the entire market or a large portion of the economy and cannot be eliminated through diversification. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് അഫക്ട് മോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ഏകദേശം എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെയും ഒരുപോലെ തന്നെ അഫക്ട് ചെയ്യും. ദെൻ പർച്ചേസിംഗ് പവർ റിസ്ക് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റിസ്ക് മീൻസ് ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ദ റിയൽ വാല്യൂ ഓഫ് മണി. ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മണീന്റെ പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ അതിന്റെ റിയൽ വാല്യൂ കുറയുവാണ്. Again, അതൊരു സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ദെൻ എക്കണോമിക് റെസഷൻ. ഡൗൺ ടേൺസ് അഫക്ട് ഓൾമോസ്റ്റ് ഓൾ ഇൻഡസ്ട്രീസ് ആൻഡ് മാർക്കറ്റ്സ്. എക്കണോമിക് ഡൗൺ ടേൺസ് ഒക്കെ വരുന്ന സമയത്തും അത് എല്ലാ ഇൻഡസ്ട്രീസിനെയും മാർക്കറ്റിനെയും എക്കോണമി ആസ് എ ഹോൾ ഏകദേശം ഒരുപോലെ തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും സിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിൾ ആണ്. But strike by factory workers, this affects only a specific company or industry, so it is a type of unsystematic risk. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following include the target firm's response to acquisition efforts that do not affect the wealth of equity holders? Equity holders-ന്റെ വെൽത്തിനെ അഫക്റ്റ് ചെയ്യാത്ത അക്വിസിഷൻ സമയത്ത് ടാർഗറ്റ് ഫേം എടുക്കുന്ന ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു ടേക്ക് ഓർ ഡിഫൻസ് മെക്കാനിസം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. സെർച്ച് ഫോർ വൈറ്റ് നൈറ്റ്സ്, ഗോൾഡൻ പാരഷൂട്ട്സ്, ഷാർക്ക് റെപ്പലൻസ് ആൻഡ് പോയിസൺ പിൽസ്. നമ്മുടെ കറക്റ്റ് ആൻസർ ഷാർക്ക് റെപ്പലൻസ് ആണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാം. Shark repellents are preventive measures written into the company's charter or bylaws before any takeover attempt occurs. They are structural defense intended to discourage hostile bidders and they generally do not directly affect the wealth of equity shareholders the time of takeover attempt. ആ ഒരു ടേക്ക് ഓവർ നടക്കുന്ന സമയത്ത് ആ ഒരു ടാർഗറ്റ് കമ്പനി, അതായത് ദാറ്റ് മീൻസ് ഏത് കമ്പനിയാണോ ടാർഗറ്റ് ആക്കി വെച്ചിരിക്കുന്നത്, ഏത് കമ്പനിയാണോ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് പോകുന്നത്, ആ കമ്പനി അവരുടെ ബൈലോസിലോ അല്ലെങ്കിൽ അവരുടെ കമ്പനി ചാർട്ടറിലോ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് ആ ഒരു അക്വിസിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ടേക്ക് ഓവർ പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് ഷാർക്ക് റെപ്പലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷാർക്ക് റെപ്പലൻസ് നടക്കുമ്പോൾ ആ ഒരു ബൈലോസിലാണ് ചേഞ്ച് വരുന്നത്, പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിലോ അല്ലെങ്കിൽ അവരെ ഇതൊരു രീതിയിലും എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി ഷാർക്ക് റെപ്പലൻസ് ആണെങ്കിലോ ചാർട്ടർ അമെൻഡ്മെന്റ്സ് സച്ച് ആസ് സൂപ്പർ മെജോറിറ്റി വോട്ടിംഗ്, സ്റ്റാഗേർഡ് വോട്ട്സ് ഓർ ഫെയർ പ്രൈസ് പ്രൊവിഷൻ. ഇറ്റ് ഇസ് ഡിസൈൻ ടു ഡിസ്കറേജ് ടേക്ക് ഓവേഴ്സ് വിതൗട്ട് ഡയറക്ട്ലി ചേഞ്ചിങ് ഷെയർ ഹോൾഡർ വെൽത്ത്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യാതെ, അതിൽ ഒരു ഇൻക്രീസോ ഡിക്രീസോ ഒന്നും കൊണ്ടുവരാതെ ഒരു സൂപ്പർ മെജോറിറ്റി വോട്ടിംഗ്, ദാറ്റ് മീൻസ് ഇപ്പോൾ കമ്പനിയുടെ ബൈലോസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനൊക്കെ വരുന്ന പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ തീരുമാനം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബില്ല് അംഗീകരിക്കണം, പാസ്സാകണം എന്നുണ്ടെങ്കിൽ അവർ മെജോറിറ്റി വോട്ടിംഗ് സിസ്റ്റം കാണും, അതിൻ്റെ നമ്പർ കൂട്ടുന്നു. അതിനാണ് നമ്മൾ സിംപ്ലി സൂപ്പർ മെജോറിറ്റി വോട്ടിംഗ് എന്ന് പറയുന്നത്. അതേപോലെ സ്റ്റാഗേർഡ് വോട്ട്സ്, ഇതുപോലെയുള്ള പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഈ അമെൻമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു അക്വിസിഷൻ പ്രോസസ്, ടേക്ക് ഓവർ മെക്കാനിസം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഷാർക്ക് റെപ്പലൻസ് എന്ന് പറയുന്നത്. Then poison pills allow existing shareholders to buy additional shares at a discount, diluting the accrued stakes. This affects shareholder wealth and takeover price. അപ്പോൾ പോയിസൺ പിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ അഡീഷണൽ ഡിസ്കൗണ്ടിലൊക്കെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസ് മേടിക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അതുവഴി എന്താ പറ്റുന്നത്, ആ ഒരു അക്യൂസിൻ്റെ സ്റ്റേക്സിന് അല്ലെങ്കിൽ ആ ഒരു അക്യൂറർ കമ്പനീൻ്റെ സ്റ്റേക്കിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുകയാണ്, അവരുടെ ഒരു പവറിനെയൊക്കെ ഡൈലൂട്ട് ചെയ്യുന്നു. അതുവഴി അഗെയിൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിൽ ചേഞ്ച് കൊണ്ടുവരുവാണ്, ടേക്ക് ഓവർ പ്രൈസിലും ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാതെ വരുന്നത് ഷാർക്ക് റെപ്പലൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കേസ് ഓഫ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് താഴെ പറയുന്നതിൽ ഏത് കണ്ടീഷനാണ് സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്, ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്, സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്, സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ
കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്നാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മുടെ ഇൻഫ്ലേഷൻ നമ്മൾ പറയുന്ന സമയത്ത് 2 ടൈപ്പ് നമുക്ക് മെയിൻലി പറയാം, ഡിമാൻഡ് പുഷും കോസ്റ്റ് പുഷും. അപ്പം ഡിമാൻഡ് പുഷ് എന്ന് പറയുവാണെങ്കിലാണ് അവിടെ ഡിമാൻഡിൻ്റെ ഭാഗത്ത് ചേഞ്ച് വരുന്നത് അല്ലേ. ഇവിടെ കോസ്റ്റ് പുഷ് ആണ് പറയുന്നത്. കോസ്റ്റ് പുഷ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വരുന്നത് എവിടെയാണ്, സപ്ലൈയുടെ ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ആ ഒരു ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ്റെ സമയത്ത് സപ്ലൈ കർവ് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലോട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റിലോട്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ അല്ല, ഒരു പോസിറ്റീവ് കണ്ടീഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് ഒരു കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കുറയുവാണ് ചെയ്യുന്നത് ആ ഒരു സപ്ലൈൻ്റെ എമൗണ്ട്. Cost push inflation occurs when the cost of production increases, like wages, raw materials, energy, etc. As production becomes more expensive, firms reduce the quantity supplied at each price level. In economic terms, this results in leftward shift of the supply curve. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസിലാണ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസിന് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ്, ലൈക്ക് വേജസ് എംപ്ലോയീസിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ മാൻ പവറിന് കൊടുക്കുന്നത്, ദെൻ ആ ഒരു റോ മെറ്റീരിയൽസിന് കൊടുക്കുന്ന എമൗണ്ട്, എനർജി, അതുപോലുള്ള മറ്റ് ഓവർ ഹെഡ് എക്സ്പെൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പം നോർമലി എന്ത് ചെയ്യുന്നു, ആ ഒരു ഫോം അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആ ക്വാണ്ടിറ്റി സപ്ലൈഡ് കുറയ്ക്കും. ദാറ്റ് മീൻസ് അവരുടെ പ്രൊഡക്ഷൻ ഷ്രിങ്ക് ചെയ്യുന്നു, അതിനോടൊപ്പം സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീൻ്റെ എമൗണ്ടും കുറയ്ക്കും. ഇപ്പോൾ തന്നെ നമ്മുടെ LPGൻ്റെ ഷോർട്ടേജ് വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ സപ്ലൈ കുറയ്ക്കുന്നു. ചില ഹോട്ടൽസൊക്കെ ആണെങ്കിൽ മീൽസ് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വിത്ത് മിനിമം LPG യൂസേജ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഫുഡ്സ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റു ചിലതാണെന്നുണ്ടെങ്കിലോ ഫുഡേ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സപ്ലൈ റെഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സപ്ലൈ കർവ് ലെഫ്റ്റിലോട്ട് മാറുന്നു. റൈറ്റിലോട്ടാണ് മാറുന്നതെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് കണ്ടീഷൻ ആയിരിക്കും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്ന സമയത്ത് സപ്ലൈ കൂടുകയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കും സപ്ലൈ കർവ് റൈറ്റിലോട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ പോസിറ്റീവ് മോഡൽ ഈസ് അപ്ലൈഡ് ടു പ്ലാൻഡ് ചേഞ്ച് ത്രൂ ആൻ അപ്രോച്ച് ഈസ് കോൾഡ് അപ്രീഷിയേറ്റീവ് ഇൻക്വയറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ സൈക്ലിക്കൽ സ്റ്റെപ്പ് ഓഫ് AI? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടോ ആണെന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഒരു പ്ലാൻഡ് ചേഞ്ച് അപ്രോച്ച് വഴി ഒരു അപ്രീഷിയേറ്റീവ് ഇൻക്വയറി എന്ന് പറയുന്ന ഒരു ചേഞ്ച് പ്രോസസ്സ് വരുന്നു. ഒരു പോസിറ്റീവ് മോഡൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈക്ലിക്കൽ സ്റ്റെപ്പിനകത്ത് വരാത്ത ഒരു സ്റ്റേജ് ഏതാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഡിസ്കവറി, ഡ്രീമിംഗ്, ഡിസൈൻ ആൻഡ് ഡെഡിക്കേഷൻ. അപ്പോൾ അറിയാമെന്നുണ്ടെങ്കിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ ഡെഡിക്കേഷൻ എന്നുള്ളതാണ്. എന്താണ് അപ്രീഷിയേറ്റീവ് ഇൻക്വയറി എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ പോസിറ്റീവ് അപ്രോച്ച് ടു ഓർഗനൈസേഷണൽ ചേഞ്ച് ദാറ്റ് ഫോക്കസസ് ഓൺ സ്ട്രെങ്ത് റാദർ ദാൻ പ്രോബ്ലംസ്. ഇത് ഓർഗനൈസേഷണൽ ചേഞ്ച് അപ്രോച്ച് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് അപ്രീഷിയേറ്റീവ് എൻക്വയറി. അപ്രീഷിയേറ്റീവ് ഒരു പേരിടില്ലേ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിന് സ്ട്രെസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ചേഞ്ച് പ്രോസസ്സ് നടത്തുന്നതിന് ആ ഒരു അപ്രോച്ചിനെയാണ് അപ്രീഷിയേറ്റീവ് എൻക്വയറി എന്ന് പറയുന്നത്. ഇറ്റ് ഫോളോസ് ദ 4D സൈക്കിൾ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഏതൊക്കെയാണ്? ഡിസ്കവറി, ഡ്രീം, ഡിസൈൻ ആൻഡ് ഡെസ്റ്റിനി. ഓക്കെ, 4 എണ്ണം. ഡിസ്കവറി മീൻസ് ഐഡന്റിഫൈയിങ് ദ ഓർഗനൈസേഷൻസ് ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് സ്ട്രെങ്ത്. ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും നല്ല പ്രാക്ടീസസും സ്ട്രെങ്ത്തും എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, ഡിസ്കവർ ചെയ്യുന്നു. ദെൻ ഡ്രീം, എൻവിഷനിങ് വാട്ട് ദ ഓർഗനൈസേഷൻ കുഡ് ബിക്കം ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ഓർഗനൈസേഷന് കൊണ്ടുവരാൻ പറ്റും, ഓർഗനൈസേഷൻ എവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ഡ്രീമിംഗ് സ്റ്റേജിൽ വരുന്നത്. ദെൻ ഡിസൈൻ, പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സസ് ടു അച്ചീവ് ദ ഡ്രീം. ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന ആ ഒരു പ്ലാനിങ്ങും ഡിസൈനിങ് സ്റ്റേജസ് ആണ് ഡിസൈൻ എന്ന് പറയുന്നത്. ദെൻ ഡെസ്റ്റിനി ഓർ ഡെലിവറി, ഇംപ്ലിമെൻറ്റിങ് ആൻഡ് സസ്റ്റൈനിങ് ദ ചേഞ്ച്. ആ ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് പിന്നെ ഭാവിയിൽ ഇങ്ങനെ പിന്തുടർന്ന് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡെസ്റ്റിനി അല്ലെങ്കിൽ ഡെലിവറി സ്റ്റേജ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേജസ് ഇതൊക്കെയാണ്: ഡിസ്കവറി, ഡ്രീം, ഡിസൈൻ ആൻഡ് ഡെസ്റ്റിനി.
നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ ഫിക്സഡ് ഇൻകം പോർട്ട്ഫോളിയോ പ്രോസസ് ഇൻ ഓർഡർ. ഒരു ഫിക്സഡ് ഇൻകം പോർട്ട്ഫോളിയോവിൻ്റെ പ്രോസസ്സിന് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സിനെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഡ്രാഫ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, സെറ്റിംഗ് അപ്പ് ഒബ്ജക്റ്റീവ്സ്, സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്സ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് വിത്ത് ബെഞ്ച് മാർക്ക് ആൻഡ് സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിങ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നോ ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഒരുവിധം ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്ത് ഒന്ന് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നോക്കിക്കേ, ഇതിൽ എപ്പോഴും ഫസ്റ്റ് വരുന്നത് എന്തായിരിക്കും? സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും അല്ലേ. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്താലല്ലേ ബാക്കി താഴെ പറഞ്ഞിട്ടുള്ള ഏത് പ്രോസസ്സ് ആണെങ്കിലും നടത്താൻ പറ്റുള്ളൂ. ആ ഒരു ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലായിരിക്കില്ലേ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ബി ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ 3യും 4ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ആ കയ്യിലാകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. 50-50 ചാൻസ് ആണ് നമ്മുടെ ആൻസർ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആകാനായിട്ട് 50-50 ചാൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് നോക്കാം ഇനി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ എന്താണ് വരുന്നത്? ഡ്രാഫ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യണം. ബി പറഞ്ഞു. നെക്സ്റ്റ് എ ആണ്. ദെൻ വരുന്നത് എന്താണെന്ന് നോക്കാം. സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്സ്, ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് വിത്ത് ബെഞ്ച് മാർക്ക്, ദെൻ സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. ഇത്രയാണ് വരുന്നത്. അതിൽ ആ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും വരുന്നത് അല്ലേ. നമ്മുടെ കൺട്രോളിംഗ് പോലെ അല്ലെ, ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് കൺട്രോളിംഗ് അഗെയിൻ വരുന്നത്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടുള്ള പ്രോസസ്സിൽ എപ്പോഴും ലാസ്റ്റ് വരുന്ന ഒരു കാര്യമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഇവാലുവേഷൻ വരുന്നത്. അപ്പോൾ ഡി ലാസ്റ്റ് ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2 ഓപ്ഷൻസിലും ഡി ലാസ്റ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് അവിടെ വരാൻ സാധ്യതയുള്ളത് സിയും ഇയും. ഇതിലേതാണ് ആദ്യം വരുന്നതെന്നുള്ളതാണ്. ഇ പറയുന്നത് സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിയും സി പറയുന്നത് സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്സ്. ഒന്നും കൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടുന്ന ഒരു 1000 rupees നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു റിസ്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഒരു 10,000 രൂപ കയ്യിലുണ്ട്. അപ്പോൾ ഈ 10,000 രൂപ നമ്മൾ ഒരു ഗോൾഡ് മേടിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കാതെ അതിൽ നിന്നൊരു 5,000 രൂപ എടുത്ത് ഗോൾഡ് മേടിക്കുന്നു. then ഒരു 3,000 രൂപ എടുത്തിട്ട് നമ്മളൊരു പോസ്റ്റ് ഓഫീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. then 1,000 രൂപ എടുത്തിട്ട് ഒരു ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 1,000 രൂപ എടുത്തിട്ട് നമ്മളൊരു ബാങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇടുന്നു. അപ്പോൾ ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്സും സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി ഫിക്സ് ചെയ്തിട്ടായിരിക്കണമല്ലോ ആ ഒരു സെക്യൂരിറ്റീസും അതർ അസറ്റ്സും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആണ് ആദ്യം വരേണ്ടതെന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ബി, എ, ഇ, സി, ഡി ആണ് ആ ഒരു ഫ്ലോ. ഫസ്റ്റ് എന്താണ്? സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഡ്രാഫ്റ്റിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, സെലക്ഷൻ ഓഫ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി, സെലക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ അസറ്റ്സ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് വിത്ത് ബെഞ്ച് മാർക്ക്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ. Setting up of objectives, define investment goals such as income, safety, liquidity and time horizon. Drafting guidelines for investment policy. Establish investment policy statement including risk tolerance, constraints and rules. Then portfolio strategy select cheyunu. Choose the strategies such as active, passive, immunization or indexing. Then selection of securities and other assets. Select specific bonds or fixed income instruments based on this particular strategy we have already framed. Then evaluation of performance with benchmark. Compare portfolio performance with benchmarks and review effectiveness. Simple അല്ലേ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. An entrepreneur whose aim is to maximize the economic returns at a level consistent with the survival of the firm with no or without the element of growth is called as what? Okay, question clear ആണെന്ന് തോന്നുന്നു. ഒരു ഓൺട്രപ്രണറിന്റെ പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഒരു മീനിങ് അതാണ്. ഇനി എന്ത് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ആണ് ചോദിച്ചിരിക്കുന്നത്? എപ്പോഴും എക്കണോമിക് റിട്ടേൺസിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ എക്കണോമിക് റിട്ടേൺസിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫേമിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട്. അല്ലാതെ ഫേമിൻ്റെ ഗ്രോത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് ഓൺട്രപ്രണറിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഫാബിയൻ ഓൺട്രപ്രണർ, ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ, മോഡേൺ ഓൺട്രപ്രണർ ആൻഡ്
ക്ലാസിക്കൽ ഓൺട്രപ്രണർ. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ആണ്. എപ്പോഴും ആ ഒരു ഫേമിൻ്റെ കൺസിസ്റ്റൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നല്ല, ഒരു സർവൈവലിന്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് എക്കണോമിക് റിട്ടേൺസ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക, മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഒരു ഗ്രോത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു ബേസിക് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്നാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി നോക്കാം മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ക്ലാസിക്കൽ ഓൺട്രപ്രണർ ഫോക്കസസ് ഓൺ മാക്സിമൈസിങ് എക്കണോമിക് റിട്ടേൺസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് വൈൽ എൻഷുറിംഗ് ദ സർവൈവൽ ഓഫ് ദ ഫേം. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബി ദ പ്രയോറിറ്റി. ദ മെയിൻ ഗോൾ ഈസ് എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റ് ജനറേഷൻ. ഓക്കെ, ഫർദർ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഫാബിയൻ ഓൺട്രപ്രണർ ആരാണ്? വെരി കോഷ്യസ് ആൻഡ് സ്പെക്ടിക്കൽ അബൌട്ട് അഡോപ്റ്റിംഗ് ഇന്നോവേഷൻസ്. ഫാബിയൻ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഭയങ്കര കോൺഷ്യസ് ആയിട്ട്, ഭയങ്കര സ്കെപ്റ്റിക്കലായിട്ട് മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറാണ് ഫാബിയൻ ഓൺട്രപ്രണർ. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു ഈ ഒരു ഫാബിയൻ ഓൺട്രപ്രണറും ഡ്രോൺ ഓൺട്രപ്രണറും എന്ന് നമ്മൾ പറഞ്ഞാണ്. ഡ്രോൺ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചേഞ്ച് കൊണ്ടുവരാത്ത, ഇന്നോവേഷൻസ് കൊണ്ടുവരാത്ത ഓൺട്രപ്രണറാണ് ഡ്രോൺ ഓൺട്രപ്രണർ. ഫാബിയൻ കൊണ്ടുവരും, പക്ഷെ ഭയങ്കര കോഷ്യസ് ആയിട്ടായിരിക്കും. Then ആരാണ് ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ? ആൻ ഇൻഡിവിജ്വൽ ഹൂ സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്തൗട്ട് എ ഫാമിലി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. ഫാമിലി ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണറിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ എന്ന് വിളിക്കുന്നത്. Then modern entrepreneur focuses on innovation, growth and expansion, often using new technologies. പുതിയ ടെക്നോളജീസിൻ്റെ ഹെൽപ്പോടുകൂടി ഇന്നോവേഷനും ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ഫോക്കസ് ചെയ്യുന്ന, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓൺട്രപ്രണർ ആണ് മോഡേൺ ഓൺട്രപ്രണർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രോസസ് ഇൻ എ കറക്റ്റ് ഓർഡർ. ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രോസസ്സിനെ ഒരു കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഇംപ്ലിമെൻറ്റിംഗ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡിസൈഡ് ഓൺ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി, മോണിറ്റർ ആൻഡ് കൺട്രോൾ, ഐഡൻറ്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഡെവലപ്പ് എ മാർക്കറ്റിംഗ് പ്രോഗ്രാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയാൽ സിംപ്ലി നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇംപ്ലിമെൻറ്റേഷനിൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ 1 നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാം. ബി, ഡിസൈഡ് ഓൺ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. അതിന് മുന്നേയും എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് ഉറപ്പായിട്ടും വരണം. അപ്പോൾ ബിയിലും അല്ല സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം. മോണിറ്റർ ആൻഡ് കൺട്രോൾ, എഗെയിൻ അതും വരാൻ സാധ്യതയില്ല. ഡി പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ നിന്നല്ലേ ശരിക്കും ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ മാർക്കറ്റ് സ്ട്രാറ്റജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിയിലാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പമാണ്. കാരണം ആ ഡീൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സോ ഓപ്ഷൻ 2 ആണ് എന്നുള്ളത് സിംപ്ലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പറയുന്നത് എന്താണ്? ഡെവലപ്പ് എ മാർക്കറ്റിംഗ് പ്രോഗ്രാം. അതും എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ വരത്തില്ല. അപ്പം ഇത് വരില്ല എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു എലിമിനേഷൻ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ ഈ ഒരു ക്വസ്റ്റ്യനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓർഡർ ഇതാണ്. ഐഡൻറ്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അനലൈസ് ഗ്ലോബൽ മാർക്കറ്റ്സ്, ഡിമാൻഡ് കണ്ടീഷൻസ്, കോമ്പറ്റീഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ഫേമിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മറ്റുള്ള ഫേംസ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഡിമാൻഡ് കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ്, ഡിസൈഡ് ഓൺ മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുവാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ചൂസ് ഹൗ ടു എൻ്റർ ദ മാർക്കറ്റ്, ലൈക്ക് എക്സ്പോർട്ടിംഗ്, ലൈസൻസിങ്, ജോയിൻറ്റ് വെഞ്ചർ, FTA, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ടല്ലേ. സ്ട്രാറ്റജിക് അലയൻസ്, അങ്ങനെ കുറേ മെത്തേഡ്സിലൂടെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും ഗ്ലോബൽ മാർക്കറ്റിലോട്ട്. ഇതിലേതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുക. ദെൻ ഡെവലപ്പ് എ മാർക്കറ്റിംഗ് പ്രോഗ്രാം. അതിൻ്റെ ബേസിസിൽ നമ്മളൊരു മാർക്കറ്റിംഗ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. ഡിസൈൻ ദ മാർക്കറ്റിംഗ് മിക്സ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, അതെല്ലാം ഡിസൈൻ ചെയ്യുക. ദെൻ ഇംപ്ലിമെൻറ്റ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പുട്ട് ദ മാർക്കറ്റിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആക്ഷനിലോട്ട് കൊണ്ടുവരിക. ദെൻ മോണിറ്റർ ആൻഡ് കൺട്രോൾ, ഇവാലുവേറ്റ് റിസൾട്ട്സ് ആൻഡ് മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും, അതിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക. ദെൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കൺട്രോൾ മെക്കാനിസംസ് എല്ലാം അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? ഒരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കാത്തത് കൊണ്ട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ്, ചില സമയത്ത് നോട്ട് കറക്റ്റ് എന്നും ചോദിക്കാം. അപ്പോൾ ആ ഒരു വേർഡിങ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നോക്കാം നമുക്ക്. എ പറയുന്നത് ഇഫ് ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കോൺസ്റ്റന്റ് ദെൻ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ഷുഡ് ബി യൂസ്ഡ്. If earnings per share is expected to be constant, then earnings per share approach should be used. If earnings and dividend are expected to grow at a constant rate, then realized yield should be used. D പറയുന്നത് if it is difficult to forecast future, then growth approach അല്ലെങ്കിൽ Gordon's model should be used which looks into the past. ഇത്രയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എയും കൂടെ ഉണ്ട്. When the cost of equity or expectation of the investor is dependent on risk, then capital asset pricing model should be used. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം ഇതും എഗെയിൻ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ പോലും കറക്റ്റ് ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ബി. ഓക്കെ, അപ്പോൾ ബി കറക്റ്റ് ആണ് എന്നുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബി നമുക്ക് കറക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. എ പറയുന്നത് എന്താണ്? ഇഫ് ഡിവിഡൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കോൺസ്റ്റന്റ് ദെൻ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. When dividends are constant, the dividend price approach is used to estimate the cost of equity. ഒരു ഫോമിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് പ്രൈസ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. Then if earnings per share is expected to be constant, then earnings price approach should be used. Again അത് കറക്റ്റ് ആണ്, നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ്. When earnings per share remains constant, the earnings price approach can be used. ഏർണിങ്സ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ അപ്രോച്ച് ഏർണിംഗ് പ്രൈസ് അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Then if earnings and dividend are expected to grow at a constant rate, then realized yield should be used. അതൊരു തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ദിസ് കേസ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഈസ് യൂസ്ഡ്, നോട്ട് റിയലൈസ്ഡ് yield. ആ ഒരു സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് റിയലൈസ്ഡ് yield മെത്തേഡ് അല്ല, ഗോർഡൻ റൂൾ അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഡി തെറ്റായിരിക്കുമല്ലോ. ഇഫ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ദെൻ ഗ്രോത്ത് അപ്രോച്ച് ഷുഡ് ബി യൂസ്ഡ് വിച്ച് ലുക്സ് ഇൻ ടു ദ പാസ്റ്റ്. അങ്ങനെയല്ല, ഗോർഡൻസ് മോഡൽ റിക്വയർസ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഡിവിഡൻസ് ആൻഡ് ഗ്രോത്ത്, സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് വെൻ ഫോർകാസ്റ്റിംഗ് ഈസ് ഡിഫിക്കൽട്ട്. ഗോർഡൻസ് മോഡലിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റിംഗ് ആണ്, ഫ്യൂച്ചറിലോട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പാസ്റ്റ് ഡേറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയത്തല്ല ഗോർഡൻസ് മോഡൽ യൂസ് ചെയ്യുന്നത്, ഫോർകാസ്റ്റിംഗ് പോസിബിൾ ആകുന്ന സമയത്താണ്. അപ്പോൾ ഡിയും തെറ്റാണ്. ദെൻ ഈ പറയുന്നത് വെൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓർ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ റിസ്ക് ദെൻ capital asset pricing model should be used. The capital asset pricing model estimates cost of equity considering systematic risk. Systematic risk consider ചെയ്തുകൊണ്ട് cost of equity കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് CAPM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ എയും ബിയും ഇയും ആണ് കറക്റ്റ് ആയത്. അപ്പോൾ ബി കറക്റ്റ് ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്താൽ എയും കറക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ക്രിയേറ്റീവ് പ്രോസസ്സ്. ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് എടുക്കുമ്പോൾ അതിൽ വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാനാണ്. കറക്റ്റ് ഓർഡറിലാക്കാനൊന്നുമല്ല, ഏതൊക്കെ വരും എന്നുള്ളത് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: പ്രിപ്പറേഷൻ, ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ, ഇൻക്യുബേഷൻ, ഇൻസൈറ്റ് ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ, ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്നോവേഷനും ഒക്കെ ആയിട്ട് നമുക്കൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. പ്രിപ്പറേഷൻ ക്രിയേറ്റീവ് പ്രോസസ്സിൽ വരുമോ വരത്തില്ലേ? വരുമല്ലേ? പ്രിപ്പയർ ചെയ്യണം. ഏതൊരു ക്രിയേറ്റീവ് പ്രോസസ്സ് ആണെങ്കിലും അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ പ്രിപ്പറേഷൻ വരും. ദെൻ ബി പറയുന്നത് എന്താണ്? ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ. ഒരു സാധനം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ടാണ് ശരിക്കും നമ്മളൊരു ക്രിയേറ്റീവ് പ്രോസസ്സിലോട്ട് പോകുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ വരുന്നൊരു സ്റ്റെപ്പാണ്, ക്രിയേറ്റീവ് പ്രോസസ്സിനകത്ത് വരുന്നതല്ല. അപ്പോൾ ബി വരില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഓപ്ഷൻ 1ഉം 3ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ എ വരും എന്നുള്ളത് നമ്മൾ ആദ്യമേ കൺഫേം ചെയ്തു. ദെൻ വരുന്നത് നമുക്ക് ഇൻക്യുബേഷൻ. യെസ്, ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ വരുന്ന ഒരു സ്റ്റെപ്പാണ് ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിയും ആൻസറിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ ഫീസിബിലിറ്റി അനാലിസിസ്. എഗെയിൻ ക്രിയേറ്റീവ് പ്രോസസ്സിനകത്ത് വരുന്ന ഒരു പ്രോസസ്സ് അല്ല ഫീസിബിലിറ്റി അനാലിസിസ്. നമ്മൾ ക്രിയേറ്റീവ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ ഫീസിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് അത് ഓക്കെ ആണോ എന്നുള്ളതിലാണ്, നമ്മുടെ ഫേമിന് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സമയത്താണ്. അങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫീസിബിലിറ്റി അനാലിസിസ് നടത്തുന്നത്. അത് ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പ് അല്ല. അപ്പോൾ ഈ വരത്തില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് സിംപ്ലി ഓപ്ഷൻ 2 ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന സ്റ്റെപ്സ് ഏതൊക്കെയാണ്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ഇൻസൈറ്റ്. നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ മീൻസ് ഗ്യാതറിങ് ഇൻഫർമേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ആൻഡ് എക്സ്പ്ലോറിങ് ഐഡിയാസ്. ആ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു, ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നു, ദെൻ ഐഡിയാസിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഇൻക്യുബേഷൻ എന്താണ്? സബ് കോൺഷ്യസ് പ്രോസസ്സിംഗ് ഓഫ് ദ പ്രോബ്ലം, ഐഡിയാസ് ഡെവലപ്പ് ഇൻറ്റേർണലി. ആ ഒരു സബ് കോൺഷ്യസ് പ്രോബ്ലത്തിനെ നമ്മളൊന്ന് സബ് കോൺഷ്യസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇൻക്യുബേഷൻ. അത് ഇൻറ്റേർണലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്ത്. ദെൻ ഇൻസൈറ്റ് ആണെങ്കിൽ അത് ആഹാ മൊമെന്റ് വെൻ ദ ക്രിയേറ്റീവ് സൊല്യൂഷൻ സഡൻലി അപ്പിയേഴ്സ്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കിട്ടുന്നില്ല, ആ ഒരു ആഹാ മൊമെന്റിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ഇത് മൂന്നുമാണ് ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിനകത്ത് വരുന്നത്. ദെൻ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ റിലേറ്റഡ് ടു ഓൺട്രപ്രണറിയൽ പ്രോസസ്, നോട്ട് ദ ക്രിയേറ്റീവ് തിങ്കിങ് സ്റ്റേജസ്. ഫീസിബിലിറ്റി അനാലിസിസ് പാർട്ട് ഓഫ് ബിസിനസ് പ്ലാനിങ്, നോട്ട് ദ ക്രിയേറ്റീവ് പ്രോസസ്. ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷൻ ആ ഒരു ഓൺട്രപ്രണറിയൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. ഫീസിബിലിറ്റി അനാലിസിസ് ആണെങ്കിലോ ബിസിനസ് പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണ്, അത് ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് അല്ല. സോ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ഇൻസൈറ്റ് ആണ് വരുന്നത്. ഇവിടെയും നമുക്ക് ആ ഒരു എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടും പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിൾ അതാണ്. ഇതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് മേ ബി അറിയണമെന്നില്ല, എന്നാൽ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷനും ഫീസിബിലിറ്റി അനാലിസിസും ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസുമാണ്. അത് വരുമോ വരത്തില്ലേ എന്നുള്ളതൊന്നും മനസ്സിലാക്കിയാൽ ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ പേരും ഫ്രെയിംവർക്ക് തിയറി, അതായത് ഓരോ തിയറീസും അത് പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നുള്ളതിനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ തന്നിട്ടുള്ള സോഷ്യൽ സയൻറ്റിസ്റ്റ് ഇവരൊക്കെയാണ്: മെഗ്വർ, റോക്കേഷ്, ഹോസ്ഫെഡ് ആൻഡ് ഹെയ്ഡർ. ഇനി ഫ്രെയിംവർക്ക് തിയറീസ് ഏതൊക്കെയാണ്? ബാലൻസ് തിയറി ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ഫ്രെയിംവർക്ക് ഓഫ് കൾച്ചറൽ ഡയമെൻഷൻസ്, ഫ്രെയിംവർക്ക് ഓഫ് വാല്യൂസ് ആൻഡ് മെട്രിക്സ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച്. ഇതിൽ ശരിക്കും ആ ഒരു കൾച്ചറൽ ഡയമെൻഷൻസും ഫ്രെയിംവർക്ക് ഓഫ് വാല്യൂസും നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട കാര്യങ്ങളുമാണ് ശരിക്കും അത് രണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് സിംപ്ലി കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പോൾ മിൽട്ടൺ റോക്കേഷിൻ്റെ തിയറീസ് ആണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മിൽട്ടൺ റോക്കേഷിൻ്റെ എന്താണ്? ഫ്രെയിംവർക്ക് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, മിൽട്ടൺ റോക്കേഷ് മാച്ച് ആവുന്നത് ഫ്രെയിംവർക്ക് ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ B3 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. B3 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ അതിന് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല, ആ ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ B3 വരുന്നുള്ളൂ. സിംപ്ലി നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ ഹോസ്ഫെഡിൻ്റെ കൾച്ചറൽ ഡയമെൻഷൻസ് തിയറി അത് വെച്ചായിട്ടാണെന്നുണ്ടെങ്കിലോ C2 ആണെങ്കിൽ C2 ആണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ 2 ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്, 3ഉം 1ഉം. ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എ പറയുന്നത് എന്താണ്? മെഗ്വർ ആണ്. മെഗ്വർ മെട്രിക്സ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ആണ്. ദെൻ ഹെയ്ഡർ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് തിയറി ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ആ ബി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ എത്താനായിട്ട് പറ്റും, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.